ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ നോമ്പിൻ്റെ ഈ ദിവസങ്ങൾ അല്പനേരത്തെ ധ്യാനത്തിനായി സഭയായി ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം മുന്തിരിവള്ളിയും കൊമ്പുകളും എന്നതാണ്. ദ വൈൻ ആൻഡ് ദ ബ്രാഞ്ചസ്. അതിനാധാരമായ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യേശു കർത്താവിൻ്റെ അയാം സെയിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തന്നെ മുന്തിരിവള്ളിയോട് ഉപമിക്കുന്നത്. സ്വർഗം ലോകത്തിന് സമ്മാനിച്ച വിലയേറിയ അനുഭവമാണ് മുന്തിരിവള്ളി. മുന്തിരിവള്ളി എപ്പോഴും നല്ല ഫലങ്ങളാണ് നൽകാറുള്ളത്. നല്ല ഫലങ്ങൾ നൽകുന്ന ആ മുന്തിരിവള്ളിയിലെ കൊമ്പുകളാണ് നാം ഓരോരുത്തരും. ഓരോ മുന്തിരിച്ചെടിയിലും അതിൻ്റെ വേരുകളും ശിഖരങ്ങളും ചില്ലകളും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. ഫലം കായ്ക്കാൻ വേണ്ടി നൽകുന്ന ഊർജം അതിൻ്റെ വേരുകളിലൂടെ ചില്ലകളിൽ എത്തിയാൽ മാത്രമേ നല്ല ഫലങ്ങൾ ഉണ്ടാവൂ. ഒരു മുന്തിരിച്ചെടി തന്റെ ശിഖരങ്ങളുമായി എപ്രകാരം ഒരു ബന്ധമാണോ കാത്തു സൂക്ഷിക്കുന്നത്, അപ്രകാരം തന്നെയാണ് നാം കർത്താവിനോടുമുള്ള ബന്ധവും ദൃഢപ്പെടുത്തേണ്ടത്. 15-ാം അധ്യായത്തിൽ എന്നിൽ വസിപ്പിൻ എന്ന് എടുത്തു പറയുമ്പോൾ പരസ്പരം പൂരകങ്ങളായി മാറുന്ന ഒരു ആത്മബന്ധം അവിടെ ഉടലെടുക്കുന്നു. യേശു കർത്താവും നമ്മളും തമ്മിൽ അത്തരത്തിലുള്ളൊരു ബന്ധം ഉടലെടുക്കുമ്പോൾ സ്വർഗം വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ഒപ്പം നടക്കാനാണ് അവൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഒപ്പം നടക്കണമെങ്കിൽ ഒരു മുന്തിരിവള്ളി തന്റെ കൊമ്പുകളെ തന്നിലേക്ക് എങ്ങനെയാണോ പിടിച്ചു നിർത്തുന്നത്, അതുപോലെ നാമും കർത്താവിനോട് കൂടെ ചേർന്ന് നിൽക്കണം. ചേർന്ന് നിൽക്കുമ്പോൾ നല്ല ഫലങ്ങൾ ഉണ്ടാവും. നല്ല ഫലങ്ങൾ കായ്ക്കുമ്പോഴാണ് പിതാവ് മഹത്വപ്പെടുന്നത്. ഫലം കായ്ക്കാത്ത വൃക്ഷം കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ കായ്ക്കാത്ത കൊമ്പൊക്കെയും നീക്കിക്കളയുന്നുവെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. മുന്തിരിവള്ളിയിൽ വസിച്ച് ഫലം കായ്ക്കുന്ന കൊമ്പുകളായി മാറി ആത്മാവിൻ്റെ നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കാൻ സാധിക്കുന്നവരാണോ നാം എന്നെന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ കൊമ്പുകളായി മാറേണ്ട നാം ഇന്ന് മുൾക്കിരീടത്തിലെ മുള്ളുകളായി മാറിയിരിക്കുന്നു. അതിൻ്റെ ഫലമായാണ് യേശുക്രിസ്തു മുൾക്കിരീടം ചൂണ്ടി കുരിശിൽ പടരേണ്ടി വന്നത്. സ്വർഗം ഭൂമിക്ക് സമ്മാനിച്ച ക്രിസ്തു എന്ന മുന്തിരിവള്ളിയുടെ അനുഭവം കണ്ടെത്താൻ കഴിയാത്ത കാലം വരെ നാം എന്നും മുൾക്കിരീടത്തിലെ മുള്ളുകളായി തുടരുക തന്നെ ചെയ്യും. പ്രിയ യേശുവേ, ഈ നോമ്പിൻ്റെ കാലയളവിൽ നമുക്കുണ്ടാകുന്ന തിരിച്ചറിവുകൾ അനുതാപമായും മാനസാന്തരമായും പശ്ചാത്താപമായും രൂപാന്തരമായും വളരാൻ സഹായിക്കണമേ. ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിൽ വസിച്ച് ഫലം കായ്ക്കുന്ന കൊമ്പുകളായി മാറി ഒരു മെഴുകുതിരി പോലെ എരിഞ്ഞ് മറ്റുള്ളവർക്ക് പ്രകാശമായി ജീവന്റെ നല്ല ഫലങ്ങളെ സാക്ഷീകരിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ. ക്രിസ്തുവും മറ്റുള്ളവർക്കും മുൾക്കിരീടം സമ്മാനിക്കുന്നവരാകാതെ വെളിച്ചത്തിലൂടെ നടന്ന് വെളിച്ചത്തെ അനുസരിക്കുന്നവരായി മൂല്യബോധത്തോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.